ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം പിടിച്ചടക്കിയതിനു ശേഷം ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും, അതായത് ആരാണ്, കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗ്ഗക്കാർ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾക്ക് അവരുടെ ജോലിയിൽ അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗത്തിൽ ധാരാളം അത് തുടർന്നു കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ സംഭവിച്ചതിന് ശേഷം എന്താണ്, അവർ അതിനോട് പ്രതികരിച്ചു. അതായത് അത് കലാപങ്ങളിലേക്ക് നയിച്ചു. അങ്ങനെയുണ്ടായ ഒരു കലാപമാണ് സാന്താൾ റിബല്യൻ, അതായത് സാന്താൾ കലാപം. The Santals were the inhabitants of the Rajmal Hills in the Bengal province. സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു. നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ബംഗ്ലാദേശ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് രാജ്മഹൽ കുന്നിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാളിലാണ് അതിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ സാന്താൾ കലാപം നടന്നത്. The Santhal rebellion was the result of exploitation they faced from the company officials and money lenders. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപമെന്ന് അറിയപ്പെടുന്നത്. സാക്രിഫൈസ് ഓഫ് മോർ ദാൻ 15,000 സാന്തൽസ് ഇൻ ദിസ് റിബല്യൻ. ഈ ഒരു കലാപത്തിലൂടെ ഏകദേശം 15,000-ലധികം ആൾക്കാരാണ്, സാന്താൾ ജനതയാണ് ഈ ഒരു കലാപത്തിലൂടെ മരണപ്പെട്ടത്. ലീഡർഷിപ്പ് ഓഫ് സിന്ധു ആൻഡ് കാൻഹു. ഈ ഒരു സാന്താൾ കലാപത്തിന്, ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാൻഹുവുമായിരുന്നു. ഡിസ്കസ് ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു സാന്താൾ റിബല്യൻ ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട്. സാന്താൾ ഗോത്രജനതയെ കലാപത്തിന് പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എന്തൊക്കെയായിരുന്നു സാഹചര്യങ്ങൾ? കമ്പനിയുടെ ഉദ്യോഗസ്ഥരുടെ നിന്നുള്ള ചൂഷണം, അതോടൊപ്പം തന്നെ കൊള്ളപ്പലിശക്കാരുടെ പക്കൽ നിന്നുള്ള ചൂഷണവും. ദാറ്റ് ഈസ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഫ്രം ദ കമ്പനി ഒഫീഷ്യൽസ് ആൻഡ് ഫ്രം മണി ലെൻഡേഴ്സ്. ഈ നൽകിയിരിക്കുന്നത് ഒരു സാന്താൾ ഗോത്രഗീതമാണ്, അതായത് ഒരു ഫോക്ക് സോങ് ആണ്. അതായത് അന്നത്തെ ആ ഒരു സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് എഴുതിയ ഒരു ഗീതമാണിത്. സിദോ നീ എന്താണിങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുന്നത്, കാൻഹു നീ എന്താണിങ്ങനെ ഹുൾഹുൾ എന്നലറുന്നത്. ഈ കച്ചവടക്കാർ കള്ളന്മാർ മണ്ണില്ലാത്തവരാക്കി നമ്മെ, നമ്മുടെ ജനതയ്ക്കായി നമ്മൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. ഈ വരികൾ തന്നെ എന്താണ്, അവിടെ അന്നത്തെ സാഹചര്യം, അതായത് കച്ചവടക്കാർ കള്ളന്മാർ എന്ന് പറയുന്ന ആരെയാണ്, കച്ചവടത്തിനായിട്ട് വന്ന് അധികാരം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാരെയാണ് അവരോട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സിദോ കാൻഹു എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ആവശ്യങ്ങൾക്ക് നേതൃത്വം നൽകിയ രണ്ട് വ്യക്തികളാണ് സിദോയും കാൻഹും. അന്നത്തെ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എഴുതിയേക്കുന്ന ഒരു ഗോത്രഗീതമാണ് ഇതെന്ന് പറയുന്നത്. The kings and the chieftains lost their power. ബുദ്ധിമുട്ട് കർഷകർക്കും നെയ്ത്തുകാർക്കും മാത്രമൊന്നുമല്ലായിരുന്നു. കുറേ നാട്ടുരാജാക്കന്മാർക്കും, അതായത് കിങ്സ് ആൻഡ് ഭൂപ്രഭുക്കന്മാർക്ക്, ചീഫ്റ്റെയിൻസിന്, അവർക്കും അധികാരം നഷ്ടപ്പെട്ടു. ഇവരും എന്താണ്, കലാപത്തിനായിട്ട് ഇറങ്ങി. പല കലാപങ്ങൾക്കും ഇവർ നേതൃത്വം നൽകുകയും ചെയ്തു. അങ്ങനെ നേതൃത്വം കൊടുത്ത കുറച്ച് പേരെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതായിട്ട് ഔദിലെ രാജാവായിരുന്ന രാജ ചൈത് സിംഗ്. അടുത്തത് തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ശിവഗംഗയിലെ മരുത് പാണ്ഡ്യർ. പിന്നെ നമ്മുടെ കേരളത്തിലെ മലബാറിലുള്ള പഴശ്ശിരാജ. കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ. തിരുവിതാംകൂർ ട്രാവൻകൂറിലെ വേലുത്തമ്പി ദളവ. കൊച്ചിയിലെ പാലിത്തച്ചൻ അവിടെ നേതൃത്വം നൽകി. ദ റിബലിയൻസ് ഇൻ കേരള.
കേരളത്തിലെ കലാപങ്ങളെക്കുറിച്ചാണ് ഇനിയൊന്ന് പറയാനായിട്ട് പോകുന്നത്. പഴശ്ശി റിവോൾട്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിലൊന്നായിരുന്നു പഴശ്ശിയുടെ സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. The British left Pazhshi Raja's right to collect taxes from Kottayam. He led a guerrilla war against the British in the forests of Wayanad. തലക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ were the prominent leaders who fought with Pazhshi Raja in the revolt. അതായത് തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് പഴശ്ശിരാജയെ യുദ്ധത്തിൽ സഹായിച്ചത്. ഈ യുദ്ധം അവസാനിച്ചത് പഴശ്ശിരാജയുടെ മരണത്തോടെയാണ്. പഴശ്ശിരാജയെക്കുറിച്ച് ദൂരദർശനിൽ വന്നൊരു ഡോക്യുമെൻ്ററി നമുക്കിനി കാണാം. സ്വാതന്ത്ര്യം മഹത്തായ ഒരു സാക്ഷാത്കാരമാണെന്ന ബോധം ആദ്യമായി കേരളീയന് പകർന്ന ദേശാഭിമാനം. കോട്ടയം രാജകുടുംബത്തിലെ ഇളയ രാജാവായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ടിപ്പു സുൽത്താനെതിരായ ബ്രിട്ടീഷ് സമരങ്ങളിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച പഴശ്ശിരാജയെ അവഗണിച്ച് അദ്ദേഹത്തിന്റെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിന് ബ്രിട്ടീഷുകാർ കോട്ടയം പ്രദേശം പാട്ടത്തിന് വിട്ടുകൊടുത്തു. പഴശ്ശിരാജയുടെ സ്വന്തം ജനങ്ങൾ ഈ നന്ദികേടിനെതിരെ പ്രതിഷേധിച്ചു. അവർ പഴശ്ശിരാജയെ മുൻനിർത്തി ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചു. തുടർന്ന് 1795 ജൂണിൽ പഴശ്ശിരാജ നിർബന്ധപൂർവം എല്ലാ നികുതി പിരിവുകളും നിർത്തിവെപ്പിച്ചു. ഇതിനെ നേരിടാൻ ബ്രിട്ടീഷ് അധികൃതർ പട്ടാളത്തെ നിയോഗിച്ചു. എന്നിട്ടും നികുതി പിരിവ് സാധ്യമായില്ല. തുടർന്ന് പഴശ്ശിരാജയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാൻ ബ്രിട്ടീഷുകാർ ഒരു ശ്രമം നടത്തി. അതും പക്ഷേ വിഫലമായി. ഇതോടെ പഴശ്ശിരാജ വയനാടൻ കാടുകളിലേക്ക് പിൻവാങ്ങി. ചരിത്രത്തിൽ ആദ്യമായി അന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഒളിപ്പോർ മാർഗം തുറന്നു. ബ്രിട്ടീഷുകാരുടെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തിയും അവർക്ക് മറ്റ് അസൗകര്യങ്ങൾ സൃഷ്ടിച്ചും മുന്നേറിയ പഴശ്ശിയുമായി അധികം വൈകാതെ തന്നെ ബ്രിട്ടീഷുകാർ കൂടിയാലോചന നടത്തുകയും സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹത്തെ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഈ സൗഹൃദം അധികകാലം നീണ്ടുനിന്നില്ല. തുടർന്ന് വീണ്ടും പഴശ്ശിരാജ വനാന്തരങ്ങളിലേക്ക് പിൻവാങ്ങി. ഈ സന്ദർഭത്തിൽ അദ്ദേഹം മൈസൂറുമായും ബ്രിട്ടീഷുകാരോട് വിരോധം പുലർത്തുന്ന മറ്റ് സമാന മനസ്കരുമായും ബന്ധം പുലർത്തുകയും ഒരു ബ്രിട്ടീഷ് വിരുദ്ധ വിശാല മുന്നണി രൂപീകരിക്കുകയും ചെയ്തു. ഇതോടെ പൂർവാധികം ശക്തനായി തീർന്ന പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമര പരമ്പര തന്നെ ആരംഭിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തിന് വൻപിച്ച നാശനഷ്ടമാണ് ഇതുമൂലമുണ്ടായത്. വയനാടൻ കുന്നുകളിൽ നിന്ന് സമതല പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങാൻ അവർ നിർബന്ധിതരായി. പിന്നീട് 1797 മാർച്ചിൽ കൂടുതൽ ശക്തി സംഭരിച്ച് ബ്രിട്ടീഷ് സൈന്യം വീണ്ടും മുന്നേറി. കേണൽ ഡോവിന്റെയും ലഫ്റ്റനന്റ് മീലിയുടെയും കീഴിലുള്ള 2 സൈനിക വിഭാഗങ്ങൾ നേരിട്ടെങ്കിലും കുറിച്യർ പടയും നായർ പടയും ചേർന്ന പഴശ്ശിയുടെ സംയുക്ത സൈന്യം അവർക്ക് വലിയ കെടുതികൾ ഉണ്ടാക്കി. വയനാട്ടിലെ ആദിവാസികളായ കുറിച്യർ പഴശ്ശി സൈന്യത്തിന്റെ നെടുംതൂണുകളായിരുന്നു. അമ്പ് ചുട്ടെയ്യുന്ന കുറിച്ചിപ്പട ശക്തമായ ഒരു പീരങ്കിപ്പടയുടെ പ്രയോജനമാണ് അക്കാലത്ത് ചെയ്തത്. ഈ സംയുക്ത സൈന്യത്തിന് നേരെ പിടിച്ചു നിൽക്കാനാകാതെ ബ്രിട്ടീഷുകാർ താഴ്വാരത്തേക്ക് പിൻവാങ്ങി. ഇതോടെ പരിക്ഷീണരായ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവുമായി സന്ധി ചെയ്യാൻ തയ്യാറായി. അവർ കുറുമ്പ്രനാട്ട് രാജാവുമായി ഉണ്ടാക്കിയിരുന്ന കരാർ റദ്ദു ചെയ്യുകയും പഴശ്ശിരാജയ്ക്ക് വർഷം തോറും 8000 രൂപ അടുത്തൂൺ അഥവാ പെൻഷൻ അനുവദിക്കുകയും ചെയ്തു. ഇതിന്റെ വെളിച്ചത്തിൽ ബ്രിട്ടീഷുകാരുമായി സമാധാനത്തിൽ കഴിയാമെന്ന് പഴശ്ശിരാജ സമ്മതിച്ചു. എന്നാൽ ഈ കരാർ ഏറെ നാൾ നിലനിന്നില്ല. ടിപ്പുവിന്റെ പതനത്തോടെ സ്വതന്ത്രമായ വയനാട് തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പഴശ്ശിരാജ പ്രഖ്യാപിച്ചു. തുടർന്ന് വയനാട് കൈയടക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർക്ക് നേരെ അദ്ദേഹം നീക്കം ആരംഭിച്ചു. ഈ സമരത്തിൽ അദ്ദേഹത്തിന് കുറിച്യർ നായർ പടകൾക്കൊപ്പം മുസ്ലിങ്ങളുടെ പിന്തുണയും ലഭിച്ചു. വയനാടൻ വനാന്തരങ്ങൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം തീക്ഷ്ണമായ ഒളിപ്പോർ യുദ്ധങ്ങൾ ആരംഭിച്ചു. ഒന്നിനൊന്ന് ശക്തി ആർജിക്കുന്ന ഈ മലബാർ സിംഹത്തെ എന്തു വില കൊടുത്തും അമർച്ച ചെയ്യേണ്ടത് ബ്രിട്ടീഷുകാരുടെ അഭിമാന പ്രശ്നമായി.
ഈ ദൗത്യവുമായി 1800-ൽ മലബാർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ സർവ്വസൈന്യാധിപനായി ആർതർ വെല്ലസ്ലി നിയമിതനായി. പിന്നീട് നടന്ന യുദ്ധങ്ങളിൽ പഴശ്ശിപ്പടയ്ക്ക് വലിയ ക്ഷീണമുണ്ടായി. പ്രധാനപ്പെട്ട പല അനുചരന്മാരും പിടിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. ഈ അവസരത്തിലും തലയ്ക്കൽ ചന്തുവിന്റെയും എടച്ചന കുങ്കൻ നായരുടെയും നേതൃത്വത്തിൽ നേരിയ മുന്നേറ്റങ്ങൾ പഴശ്ശിപ്പടയ്ക്കുണ്ടായി. എങ്കിലും ബ്രിട്ടീഷുകാരുടെ പ്രതിരോധം ശക്തമായി തന്നെ തുടർന്നു. ഈ പ്രതിരോധ സന്നാഹങ്ങൾക്ക് ശക്തി കൂട്ടുവാനായി കോൾക്കാർ എന്ന പേരിൽ ഒരു പ്രാദേശിക പോലീസ് വിഭാഗത്തെയും ബ്രിട്ടീഷുകാർ സംഘടിപ്പിച്ചു. പഴശ്ശി അനുകൂലികളുടെ പ്രാദേശിക കലാപങ്ങൾ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർക്ക് ഈ 5-ാം പത്തിയുടെ സേവനം വലിയ സഹായമായി. തുടർന്ന് തോമസ് ഹാർവേ ബാബർ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം പഴശ്ശി രാജാവിനെ വനാന്തരങ്ങളിൽ പിന്തുടർന്നു. പിന്നീട് നടന്ന ഏറ്റുമുട്ടലിൽ വെച്ച് പഴശ്ശി രാജ വധിക്കപ്പെട്ടു. ഇത് 1805 നവംബർ 30-നായിരുന്നു. ഈ ധീരദേശാഭിമാനി വയനാട്ടിലെ മാനന്തവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. വ്യക്തിപരമായ ലാഭഛേദങ്ങളുടെ പേരിൽ ആരംഭിച്ചതാണെങ്കിൽ പോലും പഴശ്ശിരാജയുടെ കലാപം കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രോമാഞ്ചദായകമായ ഒരേടാണ്. ഒരു ജില്ലയുടെ പോലും വലിപ്പമില്ലാത്ത ഒരു ചെറിയ പ്രദേശത്തിന്റെ ഭരണാധികാരിക്ക് ബ്രിട്ടീഷ് സൈന്യത്തെ ഈ രീതിയിൽ വിറപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു സംഘടിത ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ ഒരു വിഷയമേ ആകുന്നില്ല എന്ന സത്യമാണ് പഴശ്ശിരാജ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവിസ്മരണീയമായ ആ സമര പൈതൃകത്തിന്റെ പേരിൽ പഴശ്ശിരാജ എന്നെന്നും കേരളീയന്റെ ആവേശം തന്നെയായിരിക്കും. അന്ന് മലബാറിൻ്റെ സബ് കളക്ടറായിരുന്ന TH ബേബർ പഴശ്ശിരാജയുടെ അവസാന യാത്രയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് ഇനി വായിക്കുന്നത്. പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി. രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി. അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാള കാവലോടെ മാനന്തവാടിക്ക് അയച്ചു. മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്സുദാർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യവിധി പ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി. വ്യക്തിപരമായ കാരണമാണ് യുദ്ധത്തിലേക്ക് നയിച്ചതെങ്കിലും, അതായത് മേൽ പറഞ്ഞതുപോലെ കോട്ടയം മേഖലയിലെ നികുതി പിരിക്കാനുള്ള ഒരു അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ പ്രകോപിപ്പിച്ചത്. എങ്കിലും പിന്നീട് ബ്രിട്ടീഷുകാർക്ക് വലിയൊരു വെല്ലുവിളിയാണ് പഴശ്ശിരാജ ഉയർത്തിയത്. കാരണം ബ്രിട്ടീഷുകാരുടെ മിലിറ്ററിക്ക്, സൈന്യത്തിന് വളരെ കാര്യമായ നഷ്ടം വരുത്താനായിട്ട് പഴശ്ശിരാജയുടെ ഗറില്ല യുദ്ധങ്ങൾ, അതായത് ഒളിപ്പോരുകൾക്ക് സാധിച്ചു. The anti-British revolts in Travancore were led by വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവയായിരുന്നു. ദളവ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്, അതായത് പ്രധാനമന്ത്രി. അത് കേരളത്തിലെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ മന്ത്രി മുഖ്യൻ, അതായത് പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി. ആ സ്ഥാനപ്പേരാണ് ദളവ എന്ന് അറിയപ്പെടുന്നത്. സോ വേലുത്തമ്പി ദളവ എന്ന് അറിയപ്പെടുന്നു. The constant intervention of the company in the home affairs of Travancore hindered the smooth administration of ദളവ. നമ്മൾ നേരത്തെ കണ്ടതാണ്, എവിടെയൊക്കെ ചെന്നോ അവിടെയെല്ലാം ബ്രിട്ടീഷുകാർ അതാത് നാട്ടുരാജ്യങ്ങളുടെ ഭരണത്തിൽ കൈയടത്തിയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇങ്ങനെയുള്ള ഈ നിരന്തരമായ ഇടപെടൽ വേലുത്തമ്പി ദളവയുടെ ആ ഒരു ഭരണത്തിൽ ധാരാളം ബുദ്ധിമുട്ടുണ്ടാക്കി. ഇതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. ഇതേ തുടർന്ന് അദ്ദേഹം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിഞ്ഞു. പാലിയത്തച്ചൻ, ദ മിനിസ്റ്റർ ഓഫ് കൊച്ചി, എക്സ്റ്റെൻഡഡ് ഹിസ് അസിസ്റ്റൻസ് ടു ദളവ. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ചൻ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ ഒരു പ്രതിഷേധത്തിൽ വേലുത്തമ്പി ദളവയോടൊപ്പം തന്നെ ചേർന്നു. കുണ്ടറ പ്രൊക്ലമേഷൻ 1809. ദളവ കോൾഡ് അപ്പോൺ ദ പീപ്പിൾ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. 1809 കുണ്ടറയിൽ വെച്ച് ദളവ, അതായത് വേലുത്തമ്പി ദളവ, ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് ആഹ്വാനം ചെയ്ത് ഈ ഒരു വിളംബരം, അതായത് ഈ ഒരു പ്രൊക്ലമേഷൻ കുണ്ടറ പ്രൊക്ലമേഷൻ, അതായത് കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നു.
ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് എന്താണ്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങ് കേരളം തൊട്ട് അങ്ങ് നോർത്ത് വരെ പല ഭാഗങ്ങളിലായിട്ട് എന്താണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ എതിർപ്പുണ്ടായി. എന്നാൽ ഇവയെല്ലാം ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു. ഒന്നിനും ഇന്ത്യ ആകെ എന്നുള്ള രീതിയിലൊരു ഒരുമിച്ചുള്ളൊരു പ്രതിഷേധമല്ലായിരുന്നു. അത് ഓരോരോ നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ ഓരോരോ ഗോത്ര ജനത അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതായിരുന്നു. ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ബ്രിട്ടീഷ് മിലിറ്ററിക്ക് ഇത് വലിയൊരു പ്രശ്നമല്ലായിരുന്നു. അവർ ഇത് പല സ്ഥലങ്ങളിലായിട്ട് അത് അടിച്ചൊതുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. The Army of East India Company suppressed isolated resistance that occurred in different parts of the country. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് സംഭവിച്ച ഒറ്റപ്പെട്ട എതിർപ്പുകൾ ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ അടിച്ചമർത്തുന്നതിന് കമ്പനി പട്ടാളത്തിന് കഴിഞ്ഞു. By 1857, even people who were loyal to the company turned against them. എന്നാൽ 1857 ആയപ്പോൾ കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണം അത്രയ്ക്ക് ദുസ്സഹമായിരുന്നു എല്ലാവർക്കും. അതാണ് അവരോടൊപ്പം നിന്നിരുന്ന, അവരോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിയാനായിട്ടുള്ള കാരണം. The Indian soldiers in the British army, they were known as sepoys, and the kings who lost their hereditary rights as per the doctrine of lapse were the main leaders of the revolt. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ കണ്ടതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അതായത് ദത്തവകാശ നിരോധന നിയമം. ഈ ഒരു നിയമം വരുന്നതോടെ അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാരും എന്താണ് ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് തയ്യാറായി വന്നു. The living conditions of sepoys were miserable and they had to lead a hard life. The sepoys were disappointed with the following conditions. ബ്രിട്ടീഷുകാർക്ക് കീഴിലായിരുന്ന സിപ്പോയ്സ്, അതായത് ഈ സിപ്പായിമാരെന്നറിയപ്പെടുന്നത് എന്താണ്, ബ്രിട്ടീഷ് ആർമിയിലുള്ള ഇന്ത്യൻ പട്ടാളക്കാരാണ്. ബ്രിട്ടീഷുകാരുടെ ആർമി എന്ന് പറയുമ്പോൾ അതിൽ ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നില്ല, നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളെ അടിച്ചൊതുക്കാനായിട്ട് അല്ലെങ്കിൽ അമർച്ച ചെയ്യാനായിട്ട് അവർ ഇന്ത്യയിലെ ആൾക്കാരെയും കൂടി റിക്രൂട്ട് ചെയ്തിരുന്നു. അവരറിയപ്പെട്ടിരുന്നതാണ് സിപ്പോയ്സ് അഥവാ ശിപായിമാർ എന്നറിയപ്പെട്ടിരുന്നത്. താഴെ പറയുന്ന കാര്യങ്ങളാണ് സിപായിമാരെ, അതായത് സിപ്പോയ്സിനെ ബുദ്ധിമുട്ടിലാക്കിയത്. മീഗർ വേജസ്, അതായത് തുച്ഛമായ വേതനം. പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, ദീർഘനേരമായിട്ടുള്ള ജോലി. ഡിനൈങ് ലീവ്, അവധി നിരസിക്കുക. സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെൻറ്റ് ബൈ സുപ്പീരിയർ ഒഫീഷ്യൽസ്, മേലുദ്യോഗസ്ഥന്മാർ ഒരു അടിമകളോട് എന്ന പോലെയാണ് ഇന്ത്യൻ സിപ്പോയ്സിനോട് പെരുമാറിയിരുന്നത്. കാരണം ബ്രിട്ടീഷുകാരുടെ ആർമിയാണ്, ഇന്ത്യയിലാണെങ്കിൽ തന്നെ ബ്രിട്ടീഷുകാർക്ക് തന്നെയായിരിക്കും അവിടെ ഒരു ഉയർന്ന സ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു ബ്രിട്ടീഷ് ആർമിയിൽ ഇന്ത്യക്കാരുടെ സ്ഥാനം എന്ന് പറയുന്നത് അടിമകൾക്ക് തുല്യമായിരുന്നു. ദെൻ ലാസ്റ്റ് വൺ, പൂർ ക്വാളിറ്റി ഫുഡ്. ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ സിപ്പോയ്സിന്, ഇന്ത്യൻ മിലിറ്ററി പേഴ്സൺസിന് നൽകിയിരുന്നത് മോശം ക്വാളിറ്റിയിലുള്ള ഭക്ഷണമായിരുന്നു. ഇതോടൊപ്പം മറ്റു രണ്ട് കാരണങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഒന്നാമത്തത് ന്യൂ ടൈപ്പ് ഓഫ് എൻഫീൽഡ് റൈഫിൾ. ഈ മുകളിൽ പറഞ്ഞ അത്രയും കാര്യങ്ങൾ, അതായത് ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, ലോ ക്വാളിറ്റി ഫുഡ്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നിൽക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാർ പട്ടാളക്കാർക്കായിട്ട് പുതിയൊരു ടൈപ്പ് എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. അവിടുത്തെ പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ചാൽ, ഈ തോക്കിൽ ഉപയോഗിക്കുന്ന തിര, അതായത് കാട്രിഡ്ജ് അല്ലെങ്കിൽ വെടിയുണ്ട, അത് നിർമ്മിക്കുന്നതിനായിട്ട് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു വാർത്ത പ്രചരിച്ചു. അതായത് പശു എന്ന് പറയുന്നത് എന്താണ്, ഹിന്ദുക്കളെ സംബന്ധിച്ചോളം പവിത്രമായി കാണപ്പെടുന്നൊരു മൃഗമാണ്. അതുപോലെ തന്നെ പന്നി എന്ന് പറയുന്നത് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മോശമായി കാണപ്പെടുന്ന ഒരു മൃഗമാണ്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ജനങ്ങളും
ഹിന്ദുസ് അല്ലെങ്കിൽ മുസ്ലിംസ് ആണ്. അതുപോലെ മിലിറ്ററിയിലും ഹിന്ദുസിൻ്റെയും മുസ്ലിംസിൻ്റെയും എണ്ണം വളരെ കൂടുതലായിരുന്നു. ഈ ഒരു തോക്കിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു റൈഫിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഉപയോഗിക്കാൻ നേരത്തെ കാർട്രിഡ്ജ് വായിൽ വെച്ച് കടിച്ച് തുറക്കുക, അങ്ങനെ ഒരു ആവശ്യം അതിനുണ്ടായിരുന്നു. ഈ കാർട്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ പശുവിൻ്റെയും പന്നിയുടെയും നെയ്യ് ഉപയോഗിച്ചുള്ളതായിരുന്നു. ഇത് ഈ ബഹുഭൂരിപക്ഷം ഇന്ത്യൻ സിപ്പോയ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ബ്രെഡ് സപ്ലൈ ടു ദ സിപ്പോയ്സ് വാസ് മെയ്ഡ് ഫ്രം വീറ്റ് ഫ്ലോർ മിക്സ്ഡ് വിത്ത് ബോൺ പൗഡർ. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സിപ്പോയ്സിന് കഴിക്കാനായിട്ട് കൊടുത്തിരുന്ന റൊട്ടി ഗോതമ്പ് പൊടി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. പക്ഷേ അതിനുള്ളിൽ എല്ലുപൊടി ചേർത്തിരുന്നു എന്നൊരു വാർത്തയും കൂടെ പരന്നു. ഈ രണ്ട് കാര്യങ്ങൾ ആയപ്പോൾ സൈനികർ പ്രകോപിതരായി കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ദ ഫസ്റ്റ് ഇന്ത്യൻ സോൾജർ ഹു പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ഈ ഒരു കാരണം മൂലം ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച സിപ്പോയി ആയിരുന്നു മംഗൾ പാണ്ഡെ. An organized revolt against the military officials started in Meerut. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ ഇങ്ങനെയൊരു കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. Then the soldiers reached Delhi and proclaimed the last Mughal ruler Bahadur Shah II as the Emperor of India. കലാപത്തിനായിട്ടിറങ്ങിയ സൈനികർ അവർ മീററ്റിൽ നിന്ന് ആരംഭിച്ചതാണ്. അത് അവർ ഡൽഹിയിലെത്തി അവസാന മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. The revolt spread to different parts of North India. റിവോൾട്ട് മീററ്റിൽ മാത്രമല്ല, കലാപം മീററ്റിൽ മാത്രമല്ല ഒതുങ്ങിയുന്നത്, അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും പൊട്ടിപ്പുറപ്പെട്ടു. The rulers of princely states who had lost their power also joined the rebellion. The revolt further spread to Kanpur, Lucknow, Allahabad, Jhansi, Ara and Faizabad. ഈ സ്പ്രെഡ് ചെയ്തപ്പോൾ കലാപം മറ്റുള്ള സ്ഥലങ്ങളിലേക്കും പൊട്ടിപ്പുറപ്പെട്ടു. അന്നേരപ്പോൾ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു. അവരുടെ നേതൃത്വത്തിൽ കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും കലാപം പടർന്നു. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയവരാണ് താന്ത്യ തോപ്പി ആൻഡ് നാനാ സാഹബ്. ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഝാൻസി റാണിയായിരുന്നു. അവരുടെ യഥാർത്ഥ പേര് റാണി ലക്ഷ്മി ബായ് എന്നായിരുന്നു. ലക്നൗവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ ആണ്. ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയും ആരയിൽ കുൻവർ സിംഗുമായിരുന്നു. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന, ഈ മാപ്പിൽ നൽകിയിരിക്കുന്നവയാണ്. പറഞ്ഞല്ലോ, മീററ്റിലാണ് ഇത് തുടങ്ങിയത്. അവിടുന്ന് ഡൽഹിയിലേക്ക് അവരെത്തിച്ചേരുകയായിരുന്നു. അപ്പം ഡൽഹിയുമുണ്ട്. ദെൻ അവധ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി, ആര, ഈ സ്ഥലങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. കലാപം നടന്ന പ്രധാന സ്ഥലങ്ങളെല്ലാം കണ്ടല്ലോ. അവ ഇന്ന് ഏതൊക്കെ പ്രദേശങ്ങളിലാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഝാൻസി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലാണ്. പ്രധാന കേന്ദ്രങ്ങളെല്ലാം തന്നെ ഉത്തർപ്രദേശിലാണ്. കാൺപൂർ, ലക്നൗ, ഫൈസാബാദ് ഇതെല്ലാം ഉത്തർപ്രദേശിലാണ്. ആര എന്നുള്ള സ്ഥലം ബീഹാറിലാണ്. ഡൽഹി ഇപ്പോഴത്തെ ന്യൂഡൽഹിയാണ്. ദെൻ മീററ്റ് ഉത്തർപ്രദേശിലാണ്. അവധ് അതും ഉത്തർപ്രദേശിൽ തന്നെയാണ്. ദ കമ്പനി സപ്രസ് ദ റിവോൾട്ട്. കമ്പനി ഈ കലാപത്തിനെ അടിച്ചമർത്തി. കലാപം വിജയിച്ചില്ല. ബ്രിട്ടീഷുകാർ ഈ ഒരു കലാപത്തിനെ അടിച്ചമർത്തി. ബഹദൂർ ഷാ സഫർ വാസ് എക്സ്പെൽഡ് ടു റംഗൂൺ. ബഹദൂർ ഷാ സഫറിനെ റംഗൂണിലേക്ക് നാടുകടത്തി. റംഗൂൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മ്യാൻമറിൽ പെടുന്ന ഒരു സ്ഥലമാണ്. റംഗൂൺ എന്നറിയപ്പെട്ടിരുന്ന ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് യാങ്കൂൺ എന്നാണ്. ബഹദൂർ ഷാ സഫറിൻ്റെ മനോഹരമായൊരു ഗസലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
ജീവിതത്തിൻ്റെ പകൽ തീരാറായി. സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരുകാലുകളും നീട്ടി ശവക്കല്ലറയിലുറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ ആരടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഗസലിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് ഈ നൽകിയിരിക്കുന്നത്. इतनी जगह कहाँ है दिल दागदार में, इतनी जगह कहाँ है दिल दागदार में. റീസൺസ് ഫോർ ഫെയിലിയർ ഓഫ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. പരാജയപ്പെട്ടെന്ന് പറഞ്ഞു. എന്നപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടത്? ദോ ദ റിവോൾട്ട് വാസ് വൈഡ് സ്പ്രെഡ് ഇൻ നോർത്ത് ഇന്ത്യ, ദർ വാസ് നോ കോർഡിനേഷൻ. ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. The company had all the advantages of stronger military power, better weapons and coordination. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷി, സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഇറ്റ് ഫെയിൽഡ് ടു എൻഷുർ മാസ് സപ്പോർട്ട്. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെയർ എഗെയിൻസ്റ്റ് ദ റിവോൾട്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ പോലും ഈ സമരത്തിന് എതിരായിരുന്നു. The rulers of affluent princely states support the company. സമ്പന്നരായിട്ടുള്ള നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. It was the first mass revolt against the company. So the revolt is considered as the first war of Indian independence. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ കിട്ടിയില്ലെങ്കിലും ഇത്രയും വിപുലമായ, ഇത്രയും ബൃഹത്തായ ഒരു കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ടായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായത്. അതുകൊണ്ട് ഈ ഒരു സംഭവത്തിനെ, ഈ ഒരു കലാപത്തിനെ ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിട്ടാണ് പരിഗണിക്കുന്നത്. The highlight of the revolt was the sense of unity that people of India upheld irrespective of religion. ഈ ഒരു കലാപത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മതത്തിനതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. It was this solidarity that motivated sepoys to proclaim Bahadur Shah as Shahinshah Hindustan, that is the Emperor of India. അതായത് മതത്തിനതീതമായിട്ട് ഇന്ത്യൻ ജനത എന്നൊരു വികാരം അവർക്കുണ്ടായി. അതുകൊണ്ടാണ് ബഹദൂർ ഷായെ ഷഹിൻഷാ ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിപായിമാരെ പ്രേരിപ്പിച്ചത്. ദ റെയിൻ ഓഫ് ദ ക്യൂൻ, ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക്. ഇന്ത്യ കെയിം അണ്ടർ ദ ഡയറക്റ്റ് റൂൾ ഓഫ് ബ്രിട്ടീഷ് ക്യൂൻ വിത്ത് ദ ക്യൂൻസ് പ്രൊക്ലമേഷൻ ഇൻ 1858. 1857 ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് എടുത്തു മാറ്റി അത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലേക്കാക്കി.